അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നത്, എന്നത്തിനാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ പിന്നെ പറയാം. ഞങ്ങൾ ഒരു ഇച്ചിരി ദൂരോട്ടാണ് പോകുന്നത്. പോയിട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, കാണാനുണ്ട്, ചേട്ടനുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞു തരാം എവിടെ പോയതാന്ന് ഞാൻ പറയില്ലത് പിന്നെ പറയാം. പിന്നെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അതെടുത്താലും മതി, കുഴപ്പമില്ല, അത് വരടാക്കല്ലേ. അപ്പം ഞങ്ങൾ രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, പോകാനായിട്ട് റെഡിയാവുകയാണ്. അച്ഛൻ ഇനി ഒന്നും എടുക്കാനില്ലല്ലോ, ഒരു നിമിഷം കൂടെ ആലോചിക്കാനുണ്ടല്ലോ. അച്ഛൻ ചോദിച്ചു അത് പല കുട്ടിയെ കിട്ടുമെന്ന് ചോദിച്ചു. പതിയെ ചോദ്യം നാളച്ച് വിളിച്ച് മുഖം മാറിയോ? ഒന്നുമില്ല, പൊട്ടി. ചെരുപ്പൊക്കെ എടുത്തിട്ടോ. കണ്ണൻ ഗേറ്റൊക്കെ അടച്ചു. ഇനി ഞങ്ങൾ പതിയെ ഇവിടുന്ന് യാത്രയാകുകയാണ്. ഞങ്ങൾ മെയിൻ റോഡിലേക്ക് ഇറക്കി. ഇനി നേരെ എരുമേലി അല്ല, എരുമേലി കൂടിയല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നേരെ ഇനി വീണ്ടും യാത്രയിലാണ്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ, കണ്ണിലേക്ക് വെട്ടം അടിക്കുന്നു. അച്ചു എന്തേര് കണ്ണനച്ചു. പിന്നെ നമ്മുടെ സ്വന്തം ചേട്ടൻ ഒന്ന് ചിരിക്കുമോ ചേട്ടാ? ഞങ്ങൾ എപ്പോൾ പോയാലും ഈ അമ്പലത്തിൽ വന്നത്, എരുമേലിയിലെ അമ്പലമാണ്. ഇവിടെ വന്ന് പൈസ ഇട്ടിട്ടേ പോകത്തുള്ളൂ. പത്ര ചില്ലറയല്ല, ഒരു 10 രൂപ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് അടുത്ത സ്ഥലത്തേക്ക്. എരുമേലി എത്തി ഞങ്ങളങ്ങനെ മുണ്ടക്കയ 6. ആ ക്രോസുമൊക്കെ ആയിരുന്നു ഈ ഇടയ്ക്ക് വെള്ളം കയറിയെന്ന് പറഞ്ഞു തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെ മുണ്ടക്കയ എത്തി. മഞ്ഞ് കണ്ടോ പിള്ളേരെ, അങ്ങോട്ട് നോക്കി. ഇനി ഞങ്ങൾ കുമളി റൂട്ടിലോട്ട് കയറാൻ പോവാണ്. പണ്ട് ഇവിടുത്തെ പാലം ഉണ്ടല്ലോ, തടിപ്പാലമായിരുന്നു, തടിപ്പാലം. ഇത് എപ്പോഴാണ് താഴെ പോകുന്നതെന്ന് അറിയാത്ത പാലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുമളി. സൂര്യൻ കണ്ടില്ലേ വേറെ സ്ഥലത്ത് അലോഷി ഇവിടെ തന്നെ. അതെ അവിടെ പൈസ ഇട്ടിട്ട് പോണം കേട്ടോ. അത് ഈ കുരിശിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുരിശിന്റെ ഇവിടെ പൈസ ഇടാതെ ആരും പോകത്തില്ല. ഇവിടെ നിച്ചിലോട്ട് പോകണം. പോവാ കൊച്ചിന് കുറ്റം പറഞ്ഞിട്ടില്ല. അച്ചു ഇവിടെ വെച്ചു ഭയങ്കര പേടിച്ചോറിയാളെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഉണ്ട്, നമ്മളന്ന് ഇവിടെ പോയപ്പോ പഴനിക്ക് പോയപ്പോ അവര് അച്ഛനും മോനും കൂടെ കയറി. ഞങ്ങൾ കയറാനായിട്ട് തുടങ്ങാണ് അല്ലേ അച്ചു? ഫുഡൊക്കെ വന്നു. ഞങ്ങൾക്കൊക്കെ മുട്ടക്കറി. അത് വെജിറ്റബിൾ കറി. കൊള്ളാമോ? മുട്ടക്കറി വേണോ? ഇനി അവിടെ കറി കഴിക്കട്ടെ. അച്ഛനും കൊടുക്കും.
ചായ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ. ഇവിടെ നല്ല ഫുഡാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ വെച്ചു ഇറങ്ങി. ഇനി ചേട്ടനും കണ്ണനും കൂടെ ഇറങ്ങാനായിട്ടുണ്ട്. ഇവിടെയാണോ പശുവിനെ കളയൊക്കെ കൊടുക്കുന്നേ? അത് ഇതെല്ലാം അതിന് കിടക്കുന്ന വണ്ടികളാണോ? ഇവിടെ ഉണ്ടല്ലോ. ഈശോ പേടിച്ചു കഴിഞ്ഞു. ഹായ്, അടിപൊളി സ്ഥലം നോക്കി വെച്ചു. നീ എന്നോട് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഇരിക്കാനായിട്ട്. മല കണ്ടോ? മലമുകളിലെ മഞ്ഞ് കണ്ടോ? ഹായ്, അടിപൊളി സ്ഥലം. എത്ര വന്നാലും ഉണ്ടല്ലോ, നമ്മൾ പിന്നെയും കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ഫീലാണ്. മലയുടെ മേളിൽ കയറിയ മല. മലകളി നീ പറഞ്ഞൊരു കുഴപ്പമില്ല. കളിയാക്കുന്ന ഒന്നും ഒരു വിഷയമേ അല്ല എനിക്ക്. നീ പറഞ്ഞത് ചളി അടിക്കുന്നു. ചളി അടിക്കാത്ത ആള് നല്ലത് പറഞ്ഞു. ഇവിടെ സംഘം ചേർന്നാണ് എന്നെ ആക്രമിക്കുന്നത്. സംഘം ചേർന്ന് അച്ഛൻ മക്കൾ ഒരു ഗ്യാങ്, ഞാൻ മാത്രം പാവം. ഉറങ്ങാതിരിക്കട്ടെ. ഇതൊക്കെ കാണിതാണ്ട് വെച്ച് അങ്ങോട്ട് നോക്കട്ടെ. നല്ല അടിപൊളി മഞ്ഞ്. നമ്മളൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്കും മലയും പോകും, കുന്നും പോകും, എല്ലാം പോകും. ഉള്ള കടയും കുന്തമൊക്കെ ആകും. അടിപൊളി. കണ്ണിലേക്ക് വെയിലടിക്കാം. പാറക്കെട്ടിലെ വെള്ളം കണ്ട നല്ല ശുദ്ധമായ വെള്ളം. അതാണ്. അയ്യോ, അതേ ഇഷ്ടം പോലെ വെള്ളം പോകുന്നു. ഞങ്ങൾ അങ്ങനെ മുറിഞ്ഞുപുഴ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകം. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നില്ല കേട്ടോ. എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇറങ്ങുന്നില്ല. രാവിലെ ആയിട്ട് നല്ല ആളുണ്ടല്ലേ? പക്ഷെ ഇന്നും വലിയ കുറവൊന്നും ഇല്ലല്ലോ. ആണോ? ഞാൻ കേട്ടില്ല. അങ്ങനെ ഞങ്ങള് കുട്ടിക്കാരെത്തി. അയ്യോ, കുതിര അത് പോയി. കുറ്റി ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഞങ്ങളങ്ങനെ വണ്ടിപ്പെരിയാർ എത്തി. വണ്ടിപ്പെരിയാർ ഇത് ഏത് സ്ഥലമാണ്? ഇനി കുമളിലോട്ട് കയറുവാണോ അതോ കുമളി കഴിഞ്ഞോ? എവിടെ ചെക്കിങ്ങിന്റെ എവിടെ പാസ് ഇവിടാണോ? എവിടെ? നമ്മളന്ന് കുറെ കുരങ്ങിനെയൊക്കെ കണ്ടത്. നെറ്റ് ഓണല്ലേ? ആണോ? കണ്ണന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോ എന്നോട് നോക്കാതിരുന്നേ. ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പുറത്ത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്.
ആണോ? അപ്പൊ എന്നെ പോലെ പറയാൻ പറ്റത്തില്ലല്ലോ. ഒത്തിരി ഉണ്ടായിരുന്നല്ലേ അവിടെ? നല്ല കാറ്റാണ്. കണിക്കുന്നല്ലേ നോക്കി കേറാൻ തുടങ്ങുന്നിടത്ത് ദൂരം പോവാണേ. ഒറ്റയറിയില്ലത്. ഇവിടെ ഇടുക്കിയുടെ പാലസയിലോട്ട് നോക്കട്ടെ. ഇവിടെ ചേട്ടൻ കണ്ടോ? കിട്ടിയില്ല. നിന്റെ ഫ്രണ്ടിനെ കണ്ടോണേ. നിന്നെ പോലെ തന്നെ ഇരിക്കുന്നില്ല കണ്ടോ? ഞാനല്ലോ, എന്റെ ഫ്രണ്ടല്ലേ. നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഫാമിലി എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാണ്. അല്ല, ഞാൻ അച്ചുവിന്റെ ഫ്രണ്ടാണ്. അച്ചു അതിനകത്തുണ്ടല്ലേ? ഇല്ല, ഞങ്ങളൊക്കെ വേറെ ടീമാണ്. വലിയ ടീമാ. നേരത്തെ നമ്മൾ കണ്ട ടീമാ. ആ അവിടെ തറയിൽ കിടന്ന ടീമാ. ആ. ഈ വണ്ടി നമുക്ക് സൈഡ് തരികയല്ലേ, നിങ്ങൾ കയറിപ്പോ കിടക്കും തോന്നില്ല. വളമല്ലേ? വളമില്ലാത്ര വരുമ്പോ അങ്ങനെ റോഡിന്റെ അടുക്കൂടെയാ വണ്ടി ഓടിക്കുന്നത്. അന്നേരം അവിടുന്ന് കറക്റ്റ് വണ്ടി കയറി വരും. ഒരു വളവും കൂടെ ഉണ്ട്. ആ വളവും കൂടെ കഴിഞ്ഞ താഴെ ഒരു വളവാണ്. ആണോ? ഒരു വളവൊന്നുമല്ല, എല്ലാം വളവാണ്. നല്ല വീതി വളവാണ്. പൈപ്പ് 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 നോക്കടാ. കണ്ടോ? ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം പോകുന്നത് എങ്ങനെ കേട്ടോ? തമിഴ്നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയാ കൊടുക്കുന്നത്. 17 മുന്തിരിത്തോട്ടം കേട്ടോ. വീഡിയോയിൽ കിട്ടില്ല. അയ്യോ, ഈ സൈഡിലുണ്ടായിരുന്നു. അതേണ്ട മുന്തിരിത്തോട്ടം. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി. ഇങ്ങനെ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട്. എങ്ങോട്ടാ വഴി നോക്കടാ? അതിനകത്തെല്ലാം കാടാണോ? എങ്ങോട്ടാ വഴി? ഏത് വഴിയാന്ന് പറയടാ? ഒത്തിരി വഴി കിടക്കുന്ന. നേരെയാണോ റൈറ്റ് ആണോ? തേനി തേനി നേരെ. തേനിയല്ല നമുക്ക് വേണ്ടി. പിന്നെ ആണോ? നമ്മുടെ നാട്ടിൽ കാണാത്ത തെങ്ങും തോപ്പും നമ്മുടെ നാട്ടിൽ കാണാത്ത വാഴത്തോട്ടം ഒക്കെ ഇവിടെ കാണാം. കണ്ടോ? മുഴുവൻ വാഴത്തോട്ടം. തെങ്ങും തോപ്പം അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇല്ല, റോഡിൽ പോലും തരത്തില്ല. അപ്പനും മക്കളും എല്ലാം കൂടെ ഭയങ്കര ചർച്ചയില്ല. കണ്ടോ? എന്നാടാ കണ്ണ ഭയങ്കര ദുഃഖപുത്രനായിട്ടിരിക്കുന്നേ. ഫുള്ള് നേരെയാ. പറയും അച്ചു ആരുടെ ചോദിച്ചു കേട്ടില്ല വാസട്ടോ. ബാംഗ്ലൂർക്ക് പോയാലോ? ചുമ്മാ ഒരു രസം. എന്നാലും ഇറങ്ങിയല്ലോ, ഒരു വഴിക്ക് ഇറങ്ങിയതല്ല. എന്നാ പിന്നെ എല്ലായിടത്തും പോയിച്ചും കയറാം. നിന്റെ അപ്പൻ നിന്റെ അപ്പനോട് വരാൻ പറയണം പൈസ. അല്ല പിന്നെ ആരോട് പറയാട്ടെ? ഇല്ലേ? പിന്നെ എൻ്റെ കയ്യിലാണോ പൈസയുടെ മരം ഉള്ളത്? ഇതുപോലൊരു ശിങ്കിടി ഇവനെ പോലെ ശിങ്കിടി എന്ന് വിളിക്കണം ഇവനെ. അപ്പൻ്റെ ശിങ്കിടി എന്ന് വേണം ഇവനെ വിളിക്കാനായിട്ട്. ഞാൻ വാ തുറക്കാൻ നോക്കിയിരിക്കും അപ്പനും മോനും എന്നെ കളിയാക്കാനായിട്ട്. അന്നേരം ഈ ചാടുമ്പോ ഉണരും. തിരിച്ചു വരുമ്പോ കാണാം. ഒരു രസമുണ്ടേ. തിരിച്ചു വരുമ്പോ ഫോട്ടോ എടുക്കാം നമുക്ക്. അതിനകത്ത് എന്നിട്ട് നീണ്ടതുണ്ട്. മുന്തിരിങ്ങ ഉണ്ടായി കിടക്കുന്ന കേട്ടോ. ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഇതാണ് ആര്യവേപ്പ്. ഭയങ്കര ഇതാണ് ഇവിടെ ആര്യവേപ്പ്. റോഡിൽ മുഴുവനും അതെ ആര്യവേപ്പ് ഉണ്ട്. പുളിയുണ്ട്. ആ കയ്പുള്ളല്ല.
ഞങ്ങൾ വരേണ്ട സ്ഥലത്ത് വന്നു കേട്ടോ. അത് എവിടെ എന്നാന്നൊക്കെയുള്ളത് ഞാൻ പിന്നെ ഒരു ദിവസം വേറൊരു വീഡിയോയിലൂടെ പറയാം. അതിന് നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചതിന് ശേഷം പറയാം കേട്ടോ. ഇനി ഞങ്ങൾ നേരെ തേക്കടി അല്ലേ ബോച്ചറ? നേരാണോ? തേക്കടി തന്നെയാണോ? അതോ ഇനി ഞാൻ തേക്കടി ഇതൊക്കെ വീഡിയോയിലൂടെ പറയും, ലാസ്റ്റ് നേരെ വീട്ടിലോട്ട് ചെല്ലുമോ? ഒന്ന് പറയാൻ പറ്റത്തില്ല. എന്നൊക്കെ ഒന്ന് പറ. കണ്ട കണ്ണന്റെ വൈബ് കണ്ടോ? ആ ഓട്ടം ഇരിക്കുന്ന ചേച്ചിയാണ് കണ്ണന്റെ വൈബ്. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. തമിഴ്നാട്ടിൽ പിന്നെ ഒരു ഗുണമുണ്ട്, അവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ലുണ്ട്. അവർ ഇംഗ്ലീഷ്, അയ്യോ എനിക്ക് പേരയ്ക്കാൻ പഠിച്ചവരോ ഇംഗ്ലീഷേ അവർ പറയുള്ളൂ. ഇച്ചിരി പേരയ്ക്ക മേടിച്ചാ പാത്ര. എനിക്ക് പേരയ്ക്ക എന്നെ ഇഷ്ടമാണെന്നറിയാം. എൻ്റെ ഇഷ്ടങ്ങൾ വല്ലതും അറിയാമോ? ഒന്നും അറിയത്തില്ല. ചില ബന്ധിപ്പും ഒക്കെ തല വെച്ചതാ മനുഷ്യ. ഞാനും ഒന്ന് പാണ്ടിക്കാരിയാട്ടെ. ആടാ ഞാൻ പാണ്ടിയാണോടാ. ഇവിടെ എല്ലാം നോക്കി എന്ത് പൂക്കളാ. എനിക്ക് വയ്യ. തമിഴ്നാട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടോ വൃത്തിയില്ലെന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഈ നാട്ടിൽ. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല. കട ഇരിക്കുന്ന പെണ്ണിനെ കാണാൻ നല്ല രസം. ആ ലബ്ബാണ്, മുന്നിൽ ലബ്ബ്. നല്ലൊരു പെണ്ണ്, ഒരു മലയാളി ലുക്ക്. പിന്നെ ക്രഷ് അടിച്ചു. ഞങ്ങൾ ഇവിടെ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നു. മുന്തിരിത്തോട്ടം അല്ലേടിയാ കാണുന്നത്? അതെ അതെ അതെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ ബാത്റൂമിൽ കയറി. ഉണ്ടെങ്കിൽ അത് വെട്ടി വിട്ടേക്കുന്ന പൊട്ടിക്കിളുത്ത് വരുന്ന കേട്ടോ. ഇത് കേട്ടോ, ഇത് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. ഇത് വെട്ടിക്കളയും. എനിക്കൊന്ന് നോക്കട്ടെ ഇതൊക്കെ. പൊട്ടിക്കിളുത്ത് വരും അത്. പിന്നെ കാരണം നല്ല രസമുണ്ട്. നോക്കി അതിൻ്റെ പാടി കാണണമെങ്കിലോ. മുന്തിരി കൊലക്ക് അതിനകത്തോട്ട് കയറാൻ നിന്ന് കേട്ടോ. പറ്റും പറ്റും. മുന്തിരി കണ്ടില്ലായിരുന്നോ? ഇതുകൊണ്ട് ഓരോരുത്തർ ഇവിടെ നിന്ന് പറിക്കുന്നതിൻ്റെ അതെല്ലാം ഓരോന്നൊക്കെ പോയി കിടക്കുന്നുണ്ട്. അവർ കണ്ടാൽ ശരിയാക്കും. നല്ല രസമുണ്ട് കേട്ടോ. മുന്തിരികളുടെ ഇടയിലൂടെ നിൽക്കുന്ന അച്ചു അങ്ങോട്ട് നീങ്ങുന്നോടി. നല്ല അവിടെ നല്ല രസമുണ്ട്. ഒരു ഫോട്ടോ എടുക്കട്ടെടി. നമ്മുടെ രണ്ടുപേരും വിളിക്കുന്നത് ഫോട്ടോ ഇല്ല. ഫോട്ടോ എടുക്കാൻ കണ്ണം നിൽക്കണം. വീഡിയോ ഇത് വീഡിയോ മാസം മുഖം മുന്തിരിയുടെ നിൽക്കാൻ ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങോട്ട് നീങ്ങുന്നു. കണ്ണൻ്റെ തലയ്ക്ക് മുകളിലാണ് മുന്തിരി നിൽക്കുന്നില്ലേ കണ്ണ? കിട്ടാത്ത മുന്തിരി പുളിക്കും. വീഡിയോ എടുക്ക. ആ ഇത് നല്ലടാ. നിൽക്കും. ഇവിടെ ഇവിടെ ഇവിടെ. അപ്പോൾ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് മുന്തിരിങ്ങയൊക്കെ മേടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെയൊക്കെ വരുന്നത്. കാര്യം ഇതിന് മുമ്പ് ഞങ്ങൾ ഇതുവരെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് കയറുന്നത്. ചേട്ടൻ കുറേ പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും പിള്ളേരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മുന്തിരിങ്ങയൊക്കെ കൊണ്ടേ കിടക്കുക. ഞാനും കൊണ്ടുവന്നൊരു മുന്തിരി നട്ട് ഒരു കാ പോയിട്ട് ഇല പോലും കിളത്തില്ല കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇനി അടുത്തത് പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയാം. അപ്പം ഞാനിവിടെ വന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളിവിടെ വന്നു എന്ന് മാത്രമല്ല, ഞാൻ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് ഞങ്ങളോട് ഒരാൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് കേട്ടോ. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് ഞാനത് എന്നാ കാര്യത്തിനാണ് പോയെന്നും എവിടെ പോയെന്നുള്ള വിശദമായിട്ട് അവിടുത്തെ ഫോൺ നമ്പറും അഡ്രസ്സ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.
അപ്പോൾ ഞാൻ അത് എനിക്ക് കുറച്ച് ദിവസം എടുക്കും അതിൻ്റെ റിസൾട്ട് ഒന്ന് അറിയാനായിട്ട്. ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അതുകൊണ്ട് ആർക്കും മുഷിപ്പ് തോന്നരുത്. എവിടെ പോയതാണെന്ന് എന്നാന്നുള്ളതും എല്ലാം ഞാൻ പറയാം. കാര്യം നമുക്കങ്ങനെ എടുത്തു ചാടി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പോയ സ്ഥലത്തെ പറ്റി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.